ഓർക്കാപ്പുറത്താണ് മഴക്കാലത്ത് പവർ കട്ട് വന്നത്. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ ഇത് ചെയ്തില്ല, ഈ സർക്കാർ ഇതൊക്കെ ചെയ്തു. ആളുകൾ പഴി പറയുമ്പോഴും ആളുകൾ പല സമയത്തും ഇരുട്ടിലിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. വളരെ ശരിയാണ് എസ്. ഓർക്കാപ്പുറത്തൊരു ഇടുത്തി വന്ന പോലെയാണ് സത്യത്തിൽ ഈ പവർ കട്ട് കേരളത്തിൽ ഇപ്പോൾ വന്നത് കേട്ടോ. കാരണം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമുക്കിത് ശീലമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു 10-30% ഒരു പക്ഷേ ഈ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരു പക്ഷേ ഈ മണ്ണെണ്ണ വിളക്കിലൊക്കെ ഇരുന്ന് പഠിച്ച അവരുടെ കുട്ടിക്കാലമൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പവർ കട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ പ്രശ്നമുള്ള കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കത് ശീലമുണ്ടാവും. പക്ഷേ അവരെ പോലും ഈ കഴിഞ്ഞ 10 വർഷം ശരിക്കും ഈ പിണറായി വിജയൻ സർക്കാർ ഒരു ചീത്ത ശീലം പഠിപ്പിച്ചു വിട്ടു. മഹാദ്രോഹമാണ് അദ്ദേഹം ഈ LDF സർക്കാർ ചെയ്തു വെച്ചത്. കഴിഞ്ഞ ഒരു 10 വർഷം അവരെ സംബന്ധിച്ചിടത്തോളം ഈ തുടർച്ചയായിട്ട് ഈ കറണ്ട് കിട്ടുകൊണ്ടേ അവർക്കിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഫാനില്ലാതെ, ലൈറ്റില്ലാതെ, അല്ലെങ്കിൽ വിദ്യുച്ഛക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ശീലമായി പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ പൊതുവെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് ശീലിച്ച് വശമായി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ അവരെ കൊണ്ട് പറ്റില്ല. അതെന്ത് തന്നെയാകട്ടെ, അതങ്ങനെയാണ്. മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവമാണത്. അങ്ങനെയാണ്. പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പുതിയ കുട്ടികൾ, ഏറ്റവും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ ഈ പവർ കട്ട് എന്ന് ചോദിക്കുന്നതാണ് ഈ രാഷ്ട്രീയത്തിൽ LDFകാരൊക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു മഹാദ്രോഹം ചെയ്തിട്ടാണ് ഈ LDF സർക്കാർ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ പവർ കട്ട് വന്നപ്പോൾ എല്ലാവരും ശരിക്ക് ഇത് ഓർക്കാപ്പുറത്തൊരു ഇടുത്തി വന്ന പോലെയായി. അതിന് പിന്നെ എന്താ വഴി SK? വല്ല വഴിയുണ്ടോ? ആ പ്രശ്നം പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി മന്ത്രിയും പരിവാരങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ നമ്മുടെ എതിർകാല കരാറും ഏത് കരാറും ഏത് പ്രശ്നവും പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ SKനോട് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞത് മറ്റൊരാളാണ് കേട്ടോ. അത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. പ്രാർത്ഥിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പവർ കട്ട് ഇല്ലാതാകുന്നുണ്ടെങ്കിൽ നമുക്കെന്താ നഷ്ടം? ചെലവുള്ള പരിപാടിയല്ലല്ലോ. നമുക്ക് കൂട്ടത്തോടെ പ്രാർത്ഥിക്കാം. അതെന്താ അങ്ങനെ പറയാൻ ഗോപൻ സാറേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? നല്ല മന്ത്രി പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 465 മെഗാവാട്ടിന്റെ 25 വർഷത്തെ ഒരു ദീർഘകാല കരാറുണ്ടായിരുന്നു. 4 രൂപ 39 പൈസക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങുന്ന ഒരു കരാറുണ്ടായിരുന്നു. അത് നമ്മൾ ഏതാണ്ട് 10 വർഷത്തോളം വൈദ്യുതി വാങ്ങിയതിന് ശേഷം കഴിഞ്ഞ ഗവൺമെന്റ് നിസ്സാര കാരണങ്ങളുടെ പേരിൽ അത് റദ്ദ് ചെയ്യുകയുണ്ടായി. അത് വലിയ മഹാകഷ്ടമായി പോയി. നിസ്സാര കാരണങ്ങളെ കൊണ്ട് കഴിഞ്ഞ സർക്കാർ അത് ക്യാൻസൽ ചെയ്തു. ഒന്നും കൂടെ നോട്ട് ചെയ്യണം. കഴിഞ്ഞ സർക്കാർ, LDF സർക്കാർ ക്യാൻസൽ ചെയ്തു. നിസ്സാര പൈസക്ക് കിട്ടിയിരുന്നതാണ്. ശരി, സാറ് പറയട്ടെ ബാക്കി കൂടെ. അതാണോ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം? ഈ 465 മെഗാവാട്ട് ഇപ്പൊ നമ്മുടെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 600 മെഗാവാട്ടാണ്. അപ്പൊ ആ 465 മെഗാവാട്ടിന്റെ വൈദ്യുതി നമുക്കിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാമായിരുന്നു. കേട്ടോ, സാറ് പറഞ്ഞു കേട്ടില്ലേ? 600 മെഗാവാട്ട് യൂണിറ്റിന്റെ കമ്മിയേ നമുക്കുള്ളൂ. അതിലൊരു 465 യൂണിറ്റ് നമ്മൾ പഴയ കരാറ് പ്രകാരം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ബാക്കി ഒരു 10-200 യൂണിറ്റ് നിസ്സാരമായിട്ട് നമുക്കത് മാനേജ് ചെയ്യാമായിരുന്നു. എങ്ങനെ നിസ്സാരമായി മാനേജ് ചെയ്യുന്ന അദ്ദേഹം പറയുന്നില്ല, സാറ് പറയുന്നില്ല. അപ്പം എൻ്റെ സാറേ, ഒരു 2-3 മാസം മുമ്പ് കേരളത്തിൽ ഈ സാറ് പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഡെയിലി ഉപയോഗം ഇപ്പോൾ ഏതാണ്ട് ഒരു 4000 മെഗാവാട്ടിന് താഴെയാണ്. ഇതൊരു 2-3 മാസങ്ങൾക്ക് മുമ്പേ പവർ കട്ടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഏതാണ്ട് 6000 മെഗാവാട്ട് വരെ കേരളത്തിൽ ഡെയിലി ഉപയോഗിച്ചിരുന്നു. അന്നിവിടെ പവർ കട്ട് ഉണ്ടായിരുന്നില്ല സാറേ. ഈ 6000 മെഗാവാട്ട് ഉപയോഗിച്ചിരുന്ന സമയത്ത് പവർ കട്ടില്ലാത്ത കേരളത്തിൽ ഇപ്പം 4000-ന് താഴെ ദിനംപ്രതി മെഗാവാട്ട് ഉപയോഗിക്കുമ്പോൾ പവർ കട്ട് ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് സാറേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്? അവിടെ ഈ 465 മെഗാവാട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സാറ് സ്വപ്നം കാണുന്നത് ഈ പവർ കട്ട് ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നത് എന്ത് ലോജിക്കാ സാറേ? ആ പ്രശ്നം പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി മന്ത്രിയും പരിവാരങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ നമ്മുടെ എതിർകാല കരാറും ഏത് കരാറും ഏത് പ്രശ്നവും പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ പെർമിഷൻ ഇല്ലാതാണ് കരാർ ഒപ്പിട്ടത്. ഇപ്പൊ അത് സുപ്രീം കോടതിയിലാണ് പ്രശ്നം. പക്ഷെ ഇടതുപക്ഷം ആ കരാർ റദ്ദ് ചെയ്തില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇടതുപക്ഷം റദ്ദ് ചെയ്തില്ല. അവസാനം അത് കോടതി പ്രശ്നങ്ങളായി കിടക്കുമ്പോഴാണ് അത് റദ്ദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയത്. LDF ആ കരാർ തെറ്റാണെങ്കിൽ പോലും റദ്ദ് ചെയ്തില്ല. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പവർ കട്ട് ഇല്ലായിരുന്നു. തെളിവൊക്കെ അവിടെ ഇരിക്കട്ടെ ഗോപൻ, നിങ്ങൾ മഹാപാപം ചെയ്തില്ലേ? കഴിഞ്ഞ 10 വർഷം ഈ പവർ കട്ടില്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളെ ദുശീലം പഠിപ്പിച്ച് ഇപ്പൊ പവർ കട്ട് വേണ്ടി വരുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല.
അവർക്കൊരു 10 മിനിറ്റ് കറണ്ട് പോയി അവർ അസ്വസ്ഥരാകുന്നു, അവർ വലിയ തോതിൽ അനിഷ്ടം കാണിക്കുന്നു. അതൊക്കെ ഇപ്പോൾ ഈ ഗവൺമെന്റിന് നേരെ ജനങ്ങൾ തിരിയുന്നു. ഈ മഹാപാപം ആരേൽക്കും? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദുശ്ശീലം അവരെ പഠിപ്പിച്ചു വിട്ടത്? അത് മഹാ തെറ്റ് തന്നെയാണ്. അത് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. ഈ തെറ്റ് നിങ്ങൾ കണ്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റെഗുലേറ്ററി കമ്മീഷനോ എന്ത് കമ്മീഷനോ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾ ചെയ്ത തെറ്റുപറ്റി. ഇവിടെ പവർ കട്ട് നിങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ല മെഴുകുതിരി വ്യവസായം നടക്കുമായിരുന്നു, തീപ്പെട്ടി വ്യവസായം നടക്കുമായിരുന്നു, അങ്ങനെ കുടിൽ വ്യവസായങ്ങൾ പുഷ്ടിപ്പെടുമായിരുന്നു. ഒരേ സമയം ഈ മനുഷ്യർ പവർ കട്ടുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുമായിരുന്നു. അതാണ് നിങ്ങൾ ഈ അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താ അതിന്റെ കഥ എന്നൊന്നും അറിയാതെ കേൾക്കട്ടെ. കരാർ റദ്ദാക്കിയത് ഏത് വർഷം? കരാർ റദ്ദാക്കിയത് ഏത് വർഷം? ഏത് വർഷമായിരുന്നു? 2023. 2023. അതെ. 2023, 2024, 2025 ഈ വർഷങ്ങളിലൊന്നും കേരളത്തിൽ പവർ കട്ടില്ല. അതായത് കരാർ റദ്ദാക്കിയതിനു ശേഷം പവർ കട്ടില്ല. അങ്ങനെയൊന്നും ഗോപൻ സാർ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അന്നത്തെ സർക്കാർ ആ കരാർ റദ്ദാക്കിയത് ഒരൊറ്റ കാരണം മാത്രമാണ് ഇന്നത്തെ പവർ കട്ടിന്റെ കാരണം. അല്ലാതെ ഒരു കാരണമല്ല, മഴ പെയ്യാത്തതല്ല, മറ്റൊരു കാരണവുമല്ല. എന്തായാലും അതിന് ഉത്തരം നിങ്ങൾ തന്നെ പറയണം. ഇപ്പോൾ നടക്കുന്ന ഈ പവർ കട്ടിന് അന്ന് ഭരിച്ച നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ഇനി ഉണ്ടാവുമല്ലോ ഇവരിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം. ആരെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ആശ്വാസമുള്ള വാക്ക് പറയുമെന്ന് കേൾക്കട്ടെ. വൈദ്യുതി സ്വയം പര്യാപ്തമായൊരു സംസ്ഥാനമായിരുന്നെങ്കിൽ ഇപ്പൊ ഇവർ 2 മാസം ഭരിച്ചപ്പോഴേക്കും അല്ലെങ്കിൽ 2 ആഴ്ച മഴ പെയ്യാതെ ആയപ്പോഴേക്കും വൈദ്യുതി മുഴുവൻ എങ്ങോട്ട് പോയി? ഇത് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തില് ഇതിങ്ങനെ ഒരു പാനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കറണ്ട് ഇല്ല, അവിടുന്ന് വരുത്തണം, കേന്ദ്രത്തിൽ നിന്ന് വരുത്തണം, സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അപ്പൊ ഉടനെ എല്ലാവരും അങ്ങ് സമ്മതിക്കും, എന്നാ പിന്നെ 2 രൂപ യൂണിറ്റിന് കൂട്ടിക്കോട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യഥാർത്ഥ പ്രശ്നം കറണ്ട് പോകുന്നല്ല, ഇത് എപ്പോ വരും എന്നുള്ളതാണ് പ്രശ്നം. കൊടുകൈ സുഹൃത്തെ, ഗംഭീരായി. ഈ ഉത്തരാണ് ഞങ്ങൾ തേടിയിരുന്നത്. സത്യത്തിൽ ഇത് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ ഒരു തരം കളികളാണെന്ന് ഞങ്ങൾക്ക് അന്നേ ഒരു സംശയമുണ്ട്. ജനങ്ങൾക്ക് ആരും തുറന്നു പറയില്ല എന്ന് മാത്രം. ഈ രാഷ്ട്രീയക്കാര് പരസ്പരം ഈ വിധത്തിലുള്ള കുറെ ടെക്നിക്കൽ വേർഡും കരാറുകളും സൈൻ ചെയ്യലും വിഡ്രോവലും ഒക്കെ പറഞ്ഞ് കളിയുണ്ടാക്കും. ഇത് പഴയ സർക്കാരല്ലേ, 10 വർഷമല്ലേ, അവരുടെ കാലം കഴിഞ്ഞല്ലോ. ഇനി ഈ പുതിയ ഒരു ഗവൺമെന്റ് വന്നതല്ലേ, അപ്പൊ അവർക്ക് ചില ചാൻസുകൾ വേണ്ടേ, അവസരങ്ങൾ വേണ്ടേ, അവർക്ക് ചില പുതിയ കരാറുകൾ വേണ്ടേ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സാർ പറഞ്ഞതാണ് അതിന്റെ കാര്യം. വില കൂട്ടി വാങ്ങുമ്പോൾ ഉണ്ടാക്കാവുന്ന ചില ഡീലുകൾ ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. അതിനിവിടെ എന്ത് വേണം? ഈ മഴക്കാലത്ത് പോലും നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കി എന്ന് പറയാണ്. കുറ്റന്മാരുടെ പേരിൽ വെച്ചു, പഴയ സർക്കാരിന്റെ പേരിൽ വെച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കി. അവർ 10 കൊല്ലം ഭരിച്ചപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു, അത് മനുഷ്യർക്കറിയാം. വില എന്തായിരുന്നു അതൊന്നും നമുക്കറിയില്ല. നമ്മൾ കൊടുക്കുന്ന യൂണിറ്റിന്റെ പണം അത് കാലാകാലങ്ങളിൽ ഇനി ആര് വന്നാലും കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാലത്തും ഈ വൈദ്യുതി ചാർജ് കുറച്ചതായി നമ്മുടെ ചരിത്രത്തിൽ, ഈ അനുഭവത്തിൽ, ഈ ജീവിതാനുഭവത്തിലില്ല. കാലാകാലങ്ങളിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 50 പൈസ, 1 രൂപ, 2 രൂപ, 3 രൂപ, 4 രൂപ എന്ന നിലയ്ക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അത് 5ഉം 6ഉം രൂപയായി. കൊമേഴ്സ്യൽ റേറ്റ് അതിലും കൂടുതലായിരിക്കും. ഇത് ഇനിയിപ്പോൾ ഈ മായാജാലവും വിസ്മയവും കാണിക്കുന്നതിൽ വന്നാലും അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് കൂട്ടാനുള്ള തന്ത്രമാണെന്നാണ് ഇപ്പം നമ്മുടെ ഈ സുഹൃത്ത് പറഞ്ഞത്. ഈ സുഹൃത്ത് പറഞ്ഞതിനോട് നമ്മുടെ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നിന്നിട്ടോളൂ. ഈ സുഹൃത്ത് പറഞ്ഞതായിരിക്കും അതിൻ്റെ സത്യം എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാകാനുള്ള ചാൻസാണ് 100% കൂടുതൽ. ഈ സുഹൃത്തിന് ഇനിയും കൂടുതൽ വല്ലതും പറയാനുണ്ടോ എന്നുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചെറിയ വിഷയം, ഒരു വീട്ടിൽ നമ്മൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നടത്തിയാൽ KSEBിനെ വിശ്വസിച്ച് ഒരു ചെറിയൊരു പരിപാടി പോലും നമുക്കൊരു വീട്ടിലോ നാട്ടിലോ നടത്താൻ പറ്റില്ല. ഇത് ആ സുഹൃത്ത് വീണ്ടും ഒരു സത്യം കൂടെ പറഞ്ഞിരിക്കുന്നു. KSEBിയെ വിശ്വസിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് വീട്ടിലോ നാട്ടിലോ എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു പരിപാടി നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അനുഭവിച്ചത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ. മുഖ്യമന്ത്രി മാത്രമല്ല കേട്ടോ, ചാനൽ ചർച്ചകളിലും ഈ അനുഭവം നമുക്കുണ്ടായതായി നമ്മൾ കണ്ടു പലരും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനാരാണ് മണി കെട്ടുക എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത്. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.